കൊച്ചിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കേരളത്തിന് വേദനയുണ്ടാക്കുന്നത് കൂടിയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി എൻ രാമചന്ദ്രന്റെ ഭൗതികദേഹം കൊണ്ടുവന്നിരിക്കുന്നു. അത് പൊതുദർശനം നടക്കുകയാണ്. സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. എല്ലാ മേഖലകളിലെയും പ്രമുഖർ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി എത്തിയിട്ടുണ്ട്. നേരത്തെ മന്ത്രി പി രാജീവ്, നടൻ ജയസൂര്യ അടക്കമുള്ളവരെ ദൃശ്യങ്ങളിൽ കാണാം. എറണാകുളത്തുള്ള ഒട്ടുമിക്ക പ്രമുഖരും ഇടപ്പള്ളിയിലേക്ക് എത്തിയിരിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. അതങ്കവാദം നമ്മളെല്ലാം രാമചന്ദ്രൻ ഡാനി പോൾ ചേരുന്നു വിവരങ്ങളുമായി. ഡാനി, എറണാകുളത്തുള്ള ഒരുവിധം എല്ലാ പ്രമുഖരും അങ്ങോട്ടേക്ക് എൻ രാമചന്ദ്രന്റെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമാകാൻ എത്തുന്നത് കേരളം ഒറ്റക്കെട്ടായി ഈ വിഷയത്തിനകത്തുള്ള വേദന പങ്കുവെക്കുന്നതിന്റെ തെളിവ് കൂടിയായി മാറുകയാണ്. സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയാണോ വിവരങ്ങൾ? അപർണ, സംസ്കാര ചടങ്ങുകളിലേക്ക് കുറച്ചുകൂടി സമയമുണ്ട്. കാരണം 12 മണിയോടുകൂടി അത് ആരംഭിക്കുകയുള്ളൂ. പിന്നീട് 12:30 അടുപ്പിച്ചാണ് മറ്റ് സംസ്കാര ചടങ്ങുകളിലേക്ക് പൂർണ്ണമായും തന്നെ കടക്കും. ഇപ്പോൾ ആ വീട്ടിലേക്ക് എത്തിച്ച ഭൗതിക ശരീരത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഇവിടെ അദ്ദേഹത്തിന്റെ വസതിയായ മാങ്ങാട് റോഡിലെ നിരാഞ്ജനത്തിലും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ 7:30 മുതലാണ് ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരുന്നത്. 9:30 അവിടെ നിന്ന് ഈ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുവരുമ്പോഴും ആ ഒരു അദ്ദേഹത്തെ കണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കുവാനുള്ള ആ വരി അപ്പോഴും അവസാനിച്ചിരുന്നില്ല എന്നതാണ്. നിരവധിയായ ആളുകൾ അവിടേക്ക് വരുന്നു എന്നതാണ്. അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനായിരുന്നു രാമചന്ദ്രൻ. വലിയ രീതിയിലേക്ക് അടുപ്പവും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായി. പക്ഷെ അതിനും അപ്പുറം അദ്ദേഹത്തെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവർ, അറിയാത്തവർ, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ഇവിടേക്ക് വരുന്നു എന്നതാണ്. അതൊരു വലിയ രീതിയിലൊരു ഐക്യപ്പെടലാണ്. കാരണം ഇതൊരു വലിയ സന്ദേശമാണ് നൽകുന്നത്. അദ്ദേഹത്തിന്റെ മകൾ ആരതി നേരത്തെ ഭൗതിക ശരീരം അവിടെ നിന്ന് ഉയർത്തുമ്പോൾ, അവിടെ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരാനായി എടുക്കുമ്പോൾ പോലും അവർ ഭാരത് മാതാ കി ജയ് വിളിച്ചുകൊണ്ട് അവിടെ അവരൊരു അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു വൈകാരിക രംഗങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ടാകുന്നു. അവിടെ വിവിധ റെസിഡൻസ് അസോസിയേഷനുകൾ അവരെല്ലാം തന്നെ ബാനറുകളുമായിട്ട് ഇവിടേക്ക് കടന്നു വരുന്ന ഒരു കാഴ്ചകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരിലും ഒരു പ്രകടമാകുന്നത് ഒരു വലിയ ധീരത. അത് തന്നെയാണ് അദ്ദേഹത്തോടുള്ള ഒരു അങ്ങേയറ്റം ആദരവോടുകൂടി വിട നൽകുകയാണ്. ഇവിടേക്ക് വരുന്നവർ നിരവധി പ്രായമുള്ളവരും ഇല്ലാത്തവരുമായിട്ട് സ്കൂൾ വിദ്യാർത്ഥികൾ വരേക്കും ഇവിടേക്ക് പലരും തന്നെ വരി നിന്ന് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നുണ്ട്. പലർക്കും അദ്ദേഹത്തെ നേരിട്ട് അറിയാത്തവരെല്ലാവരും തന്നെയുണ്ട്. പക്ഷേ ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ സന്ദേശം നൽകുന്നുണ്ട്. ഒരു ഐക്യപ്പെടലിന്റെ ഒരു വലിയ സന്ദേശം നൽകുന്നുണ്ട്. അവിടെ ഉയർന്ന മുദ്രാവാക്യങ്ങൾ, അദ്ദേഹം ഒരു ധീരനായ രക്തസാക്ഷിയാണ്, രാജ്യത്തിന് വേണ്ടി മരണപ്പെട്ട ഒരാളാണ്. ആ രീതിയിലുള്ള ഒരു പൊതുവികാരം തന്നെയാണ് എല്ലാവരിലും തന്നെ പ്രകടമാകുന്നത്. ഭീകരവാദികളുടെ ആക്രമണത്തിന് ഇരയായി നമ്മുടെ നാട്ടിൽ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെയും ആ കുടുംബത്തിനോട് ഒപ്പം നിൽക്കാൻ, അവരുടെ ദുഃഖങ്ങൾക്ക് ഒപ്പം നിന്ന് നടക്കാനായിട്ട് ഒട്ടനവധി പേർ ഇവിടേക്ക് നേരത്തെ ചങ്ങമ്പുഴ പാർക്കിലെ ആ ഒരു പൊതുദർശനത്തിലേക്ക് എന്ന പോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഈ നിരാഞ്ജനത്തിലേക്കും ഈ വീട്ടിലേക്കും തന്നെ ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. നേരത്തെ ഇവിടേക്ക് എത്തിയ മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ ഇവിടെ ഇപ്പോൾ തന്നെ തുടരുന്നുണ്ട്. MLA മാർ ഇവിടെ തുടരുന്നുണ്ട്. മേയർ അനിൽകുമാർ ഇവിടെയുണ്ട്. അങ്ങനെ പൊതുവിൽ ഇവിടേക്ക് വന്നവരെല്ലാം തന്നെ അദ്ദേഹത്തിന് ആ ഒരു അന്ത്യാഞ്ജലി അർപ്പിക്കുകയും അതോടൊപ്പം തന്നെ ആ കുടുംബത്തോടൊപ്പം തുടർന്നു. ജില്ലാ കളക്ടർ നവാസ്, ഉമേഷ് അദ്ദേഹം രാവിലെ മുതൽ തന്നെ ഇവിടെയുണ്ട്. അങ്ങനെ ഈ ഔദ്യോഗിക തലത്തിലുള്ള എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിനുശേഷം സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ചങ്ങമ്പുഴ പാർക്കിൽ വെച്ച് തന്നെ 12:30 ശേഷം ഇവിടെ ഒരു അനുശോചന സമ്മേളനം ചേരുന്നുണ്ട്. ഇതിൽ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്ത് എല്ലാവരും തന്നെ ഇവിടേക്ക് അതിൽ പങ്കെടുക്കാൻ കൂടി എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നേരത്തെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരുടെയൊക്കെ വരികയും ചെയ്തു. ഇപ്പോഴും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ ഒരുപക്ഷെ നേരിട്ട് അറിയാതെ
അറിയാത്തവർ പോലും ഈ വീട് അന്വേഷിച്ചുകൊണ്ട് ഈ ഭാഗത്തേക്ക് എവിടെയാണ് ഈ സ്ഥലം എന്നതെല്ലാം ചോദിച്ചുകൊണ്ട് ഇവിടേക്ക് വരുന്നുണ്ട്. ഈ അനുശോചന ബാനറുകൾ പലയിടത്തും ഉയർന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ ഇവിടേക്കുള്ള ഒരു വഴിയുടെ അടയാളങ്ങളായിട്ട് തെരഞ്ഞെടുത്തുകൊണ്ട് ആളുകൾ ഇവിടേക്ക് വരുന്നു. അതിൽ സമരസപ്പെടുക, ഈ ഒരു ദുഃഖത്തോട് ആ കുടുംബത്തിനൊപ്പം നിൽക്കുക, എല്ലാവരും തന്നെയും കൂടെയുണ്ട് എന്ന വലിയ സന്ദേശം അവർക്ക് നൽകുന്ന രീതിയിൽ തന്നെയാണ് ആ കുടുംബാംഗങ്ങളെ കണ്ട് അദ്ദേഹത്തിന് രാമേന്ദ്രന് ആദരാഞ്ജലികൾ അർപ്പിച്ച് മടങ്ങിപ്പോകുന്നവരെല്ലാവരുടെയും തന്നെ വാക്കിലും നോക്കിലും എല്ലാം സ്മരിക്കുന്നത് അത് തന്നെയാണ്. കാരണം ഒപ്പമുണ്ട്, ഐക്യപ്പെടുക, ഒരുമയോട് മുന്നോട്ട് ഈ സങ്കടങ്ങളിൽ കൂടെയുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് എല്ലാവരും തന്നെ പങ്കുവയ്ക്കുന്നതും. അപർണ. ഡാനി പോൾ വിവരങ്ങൾ നൽകുന്നു. എടപ്പളയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. എൻ രാമചന്ദ്രന്റെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായിട്ടുള്ളത്. രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലുള്ള പ്രമുഖരെല്ലാം അവരും അവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കാഴ്ചകൾ കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര സമയമായിരുന്നു ഈ പൊതുദർശനത്തിന്റെ സമയം? 7 മുതൽ 9 മണി വരെ എന്നുള്ളതായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലായിടത്തു നിന്നുമുള്ള എല്ലാ മേഖലകളിൽ നിന്നുള്ളവരുടെ ഡാനി പോളിലേക്ക് വരാം. ഇപ്പോൾ മേജർ ജനറൽ ഇന്ദ്രബാലൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇന്ദ്രബാലൻ സാർ, ഇതിപ്പോൾ നമ്മൾ ഇടപ്പള്ളിയിൽ ബഹൽഗാമിൽ കൊല്ലപ്പെട്ട എൻ രാമചന്ദ്രൻ നായരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സമയമാണ്. രാജ്യമൊട്ടാകെ ഇതെപ്പോഴാണ് ഇതിനൊരു മറുപടി ഇന്ത്യ ശക്തമായി കൊടുക്കുക എന്ന് ഉറ്റുനോക്കുന്ന ഒരു സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള പല റിപ്പോർട്ടുകളും വന്നുകൊണ്ടിരിക്കുന്നു. അതിർത്തിയിൽ നിന്ന് പ്രത്യേകിച്ച് വ്യോമസേനയുടെ ആക്രമണം നടത്തുന്നു, റഫാൽ സുഖായ് വിമാനങ്ങൾ പാക് അതിർത്തിയിലേക്ക് എത്തിക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നു. ഒരു യുദ്ധ സമാനമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണോ എന്നുള്ളൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ താങ്കൾ കരുതുന്നുണ്ടോ ഇപ്പോൾ? ഇത് ഇങ്ങനത്തെ റെസ്പോൺസസ് സ്വാഭാവികമാണ്. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് നോട്ട് നോർമൽ, ബട്ട് ഇൻ സച്ച് എ സിറ്റുവേഷൻ, ഇപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനത്തെ റെസ്പോൺസ് സ്വാഭാവികമാണ്. കാരണം ദാറ്റ് ഈസ് ദി ലെവൽ ഓഫ് ഇൻസിഡന്റ് ദാറ്റ് ഹസ് ഹാപ്പൻഡ്. നോ ഡൗട്ട് അൺപ്രസിഡന്റഡ് ഇൻസിഡന്റ് ആയി, something like parliament attack, worse than that if not. And adinte India's response, IWT holding in abeyance, which means it is a threat to IWT, which itself is a biggest existential threat irukku undavudana Pakistan. So existential threat ne maatanayittu avaru endu venuchalum cheyum. Avaru already paranjittunde this will be considered as act of war. കാരണം ഈ 3 വാറിലും നമ്മൾ ഇതിനെ തൊട്ടിട്ടില്ല അതുവരെ. ബട്ട് ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് വി ബീൻ ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. ഫസ്റ്റ് ടൈം ഇതിനെ നമ്മൾ ആക്ച്വലി ഹെൽഡ് ഇൻ അബയൻസ് ചെയ്തിരിക്കുകയാണ്. പ്ലസ് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഹാസ് ബീൻ നൗ ഗ്രേറ്റ്ലി അബ്രോഗേറ്റഡ്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ദീസ് ആർ സിറ്റുവേഷൻസ് വെരി ഡിഫിക്കൽട്ട് ടൈംസ്. അങ്ങനെ ഈ സിറ്റുവേഷൻസിൽ വാർ മോങ്കറിംഗ് പറഞ്ഞൊരു സാധനമുണ്ട്, അതിൽ അവർ കയറുകയാണ്. ഇറ്റ് ഈസ് natural reaction to such a unprecedented situation. This will go on for some time till there is international pressure for intervention. But India ke idile we should not bow down. India ke taangu nikkanda reason onnu illa. We are in a very strong position. India is not the same India which it was 30 years back. Pakistan is also not the same Pakistan. India ഒരു നല്ല ഒരു സ്ട്രോങ്ങർ നേഷൻ വന്നിട്ടുണ്ട്. ദേ ആർ ഫാർ മോർ സ്ട്രോങ്ങർ ദാൻ വാട്ട് വി വർ മെനി ഇയേഴ്സ് ബാക്ക്. ആൻഡ് ലൈക്ക്വൈസ് ദ ഓപ്പോസിറ്റ് ഈസ് അപ്ലിക്കബിൾ ടു പാകിസ്ഥാൻ. ദേ ഹാവ് ബിക്കം ഫാർ മോർ വീക്കർ ദാൻ വാട്ട് ദേ വർ. അപ്പോൾ ഇതിൽ നമുക്ക് വി മസ്റ്റ് മേക്ക് അവർ സ്റ്റാൻഡ് വെരി ക്ലിയർ. ദിസ് കൈൻഡ് ഓഫ് വാർ മോങ്കറിംഗ് കൻ ഹാപ്പൻ. certain instances of border violations, certain instances of military actions may also happen. അതൊക്കെ പോയിട്ട് ഒരു വാർലെസ് ഇഷ്യൂല് കയറുമോ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സേ നൗ. വി ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു യുദ്ധം അവർക്ക് അവരുടെ ഇന്റേണൽ കോൺഫ്ലിക്ട്സുകളെ പരിഹരിക്കാനുള്ള ഒരു ഏക സൊല്യൂഷൻ ആയിട്ട് നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ അങ്ങനെ ഒരു പ്രൊവോക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കടക്കാനുള്ള സാധ്യത ഇല്ലേ? യെസ്, അത് പറഞ്ഞത് ശരിയാണ്. കാരണം പാകിസ്ഥാനിലെ ഇന്റേണൽ സിറ്റുവേഷൻ ഭയങ്കര മോശമായിട്ടുണ്ട്. അത് കാരണമാണ് ഈ പാകിസ്ഥാന്റെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ്
ഒരു പൊളിറ്റിക്കൽ സ്പീച്ച് കൊടുത്തിരിക്കുന്നത്. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് നമ്മൾ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് പോയിട്ട് ഒരു പൊളിറ്റിക്കൽ സ്പീച്ച് കൊടുക്കുന്നത്? ഇറ്റ്സ് എ പ്രൊവോക്കേറ്റീവ് സ്പീച്ച്, പ്രൊവോക്കിംഗ് ഹിസ് ഓൺ പീപ്പിൾ, പ്രൊവോക്കിംഗ് ദി വേൾഡ്, പ്രൊവോക്കിംഗ് ഇന്ത്യ. ഈ പ്രൊവോക്കേറ്റീവ് സ്പീച്ച് ഒക്കെ എപ്പോഴാണ് കൊടുക്കുന്നത്? വെൻ അവർക്ക് വേറെ ഒന്നുമില്ല, ദർ ഇൻ എ വെരി വീക്ക് പൊസിഷൻ, സോ ദേ വിൽ പോർട്രേ ആസ് ഇഫ് ദേ ആർ വെരി സ്ട്രോങ് ആൻഡ് ദേ വിൽ ഒരു ഇമോഷൻസിനെ അവർ പമ്പ് ചെയ്യും. So this kind of speech by an army general is uncalled for, and this is a self-destructive mode of Pakistan. നമുക്ക് പറയാം, ഈ self-destructive mode പോകുമ്പോഴാണ് they think of doing such things, such thoughts come to mind. So definitely what you said is right. അവരുടെ internal situation നെ divert ചെയ്യാനായിട്ട് Pakistan army is trying to do all this, and അവരെ they will pay the price for it. If they go for anything misadventure with India, they will definitely pay the price for it. എനിക്ക് പറയാം. ഇപ്പോൾ പക്ഷേ ഈ ലോകത്ത് ഈ ഇസ്രയേൽ അല്ലെങ്കിൽ ഗസ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇന്ത്യ കൂടി അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നത് പക്ഷേ വേൾഡ് എക്കണോമിക്കലി അതൊരു വലിയ ഒരു ചാലഞ്ച് ആകുമോ? അങ്ങനെ ഒരു വിഷയം കൂടി ഇതിനകത്ത് നിൽക്കുന്നുണ്ടോ? പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് വാർ ഈസ് എൻ എക്സ്പെൻസീവ് പ്രൊപ്പോസിഷൻ. ഇറ്റ്സ് വെരി വെരി കോസ്റ്റ്ലി. അതാണ് പറയുന്നത്, വാർ ഈസ് എ ലാസ്റ്റ് റിസോർട്ട്. കാരണം വാർ പോയി കഴിഞ്ഞാൽ അവർ any economy can go back by many years. 71 war നോക്കിയാലും 91 war with the localized war, 64 war. After all wars, the nation's economy suffers. അതാണ് India is avoiding to go to war. അതാണ് we have taken measures which are non-war but war-like, which is a very sensible decision നമ്മുടെ ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. പക്ഷേ pushed to a situation, national security is more important than war. നമ്മുടെ നേഷന്റെ sovereignty, നമ്മുടെ നേഷന്റെ integrity is definitely more important than economy if it comes to that. But till the last we will try to avoid. In 71 we try to avoid, in 65 we try to avoid, in 99 we try to avoid. 99 നമ്മളെ പ്രൊവോക്കേറ്റ് ചെയ്തിട്ട് അവർ അകത്ത് വന്നു. അപ്പോഴും നമ്മൾ ബോർഡർ ക്രോസ് ചെയ്തില്ല. വി ഓൺലി ഹിറ്റ് ദം വേർ ഇൻസൈഡ് ദ ബോർഡർ. അത്ര നമുക്ക് റെസ്ട്രെയിൻ ചെയ്യാനായിട്ട് പവർ ഉണ്ട് ഇന്ത്യക്ക്. പക്ഷെ നമ്മളെ പുഷ് ചെയ്താൽ, നമ്മളെ ഒരു ഫോഴ്സ് ചെയ്താൽ